ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ സമയം 4 മണി കഴിഞ്ഞ്, ഒരാളിവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പോയി ഫ്രഷായി റെഡി ആയി. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം എത്ര? 5:15 നമ്മളിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പോവാണ്. എണ്ണ അടിക്കട്ടെ. വണ്ടി ഫുൾ ടാങ്ക് ആയിണ്ട്. എത്ര പോകുന്ന അറിയില്ല. ലോലം എണ്ണ അടിക്കുന്നുണ്ട്. അതെ, എണ്ണ അടിച്ചിട്ട് ഇനി നേരെ മഞ്ചേരി റൂട്ടാണ്. മഞ്ചേരിന്ന് നേരെ വേറെ ആളെയും കൂടെ എടുക്കാണ്ട്. മഞ്ചേരി നല്ല മലപ്പുറത്തുനിന്ന് 3ാമത്തെ വണ്ടി എത്തി, രജിത്ത്. ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂർ പിടിക്കണം. ഓരോരുത്തരും കൂടെ ഉണ്ട്, വഴിയിൽ നിന്ന് ജോയിൻ ചെയ്യും. സിമ്പിൾ ചായ കുടിച്ചാലോ? സിമ്പിൾ അല്ല, ഹെവി ആയിട്ടുണ്ട്. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ നേരത്തൊന്നും ഇനി ഏത് കട ഉണ്ടാവില്ല. ചായക്കട ഉണ്ടാവും, ചെറിയ ചായ. ചായ മാത്രം കിട്ടും ചിലപ്പോ. വിശക്കുന്നുണ്ട് ഗൈസ്, 4 മണിക്ക് നേച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. പിക്ക് ചെയ്യാനല്ല, പോണ വഴി തന്നെയാണ് കയറാനുള്ളത്. 4ാമത്തെ ആള് ഇപ്പൊ കേക്കും. നല്ല കോടയാണ്. കോട കാണാൻ ഊട്ടിക്ക് പോയി, കൊടൈക്കനാലും പോയി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇപ്പൊ ലാഭത്തോളം കോട കിട്ടി. ചായ് 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 അത് കിട്ടൂല. അപ്പൊ എങ്ങനെ അറിയണ്ട. അത് കണ്ടിട്ട് രസം തോന്നുന്നുണ്ട്. ഇത് തിന്നാനുള്ള ട്രിപ്പല്ല. ഇനി തൃശ്ശൂർ അല്ല, തൃശ്ശൂർ നല്ല ചാലക്കുടി. ചാലക്കുടി എപ്പോഴെത്താ? ആതിരപ്പള്ളി കയറുന്നതിന് മുന്നേ. എത്ര സമയം? അവിടെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ച് പോയാൽ 9:09 സമയമുണ്ട്. നമുക്ക് വരുന്ന വരെ സമയമുണ്ട്. ഉണ്ണിക്കുട്ട മിസ്സായി പറന്നു കേട്ടത് വണ്ടി കൊണ്ട്. ഇപ്പൊ വരട്ടോ. കോൾ എടുക്കില്ല. ഫോൺ എടുക്കണില്ലേ? അതിന് കുറച്ച് എവിടെയെങ്കിലും എത്തുമ്പോ പോക്കറ്റിലുണ്ടോ? ലോല മിസ്സായി. റിട്ടേൺ വേടാ. ഇപ്പൊ വരും ഗൈസ്. വന്നു, നായകൻ വന്നു. എങ്ങനെ നല്ല റോഡ് ഉണ്ട്, കാര്യല്ലേ പോലെ. നമ്മളിവിടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. ഇനി പോയി നോക്കാം. ആകെ ചണ്ടി കിട്ടുന്നുണ്ട് ഗൈസ്. കാറിലല്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. ലോലന്റെ ഫേസ് ഒക്കെ നോക്കിയ ബൈക്കിനായിട്ട് ആകെ ഡള്ളായി പോയി. ലോല ടിക്കറ്റ് എടുക്കാൻ പോയതാ. ഗൈസ് കിട്ടി, ടിക്കറ്റ് കിട്ടി.
ഇല്ലേ ശരി ബാക്കല്ലേ ചേരി തുടങ്ങിട്ടോ. കുറച്ചുകൂടി പൊക്കിക്കോ. ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. അത് നീച്ചപ്പോ തന്നെ ഇൻട്രോ പറഞ്ഞിട്ടില്ല. അത് ഓൺ വോയിസ് കൊടുക്കാനുള്ളതാ. ഞാൻ വന്നിട്ടുള്ള ലെമൺ ജ്യൂസ് ഇങ്ങനൊരു കടട്ടാ മതിയെന്ന് ഇവിടെ. പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്, എല്ലാം ബിസിനസ്. മൈക്കല്ലാത്തതിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അടുത്ത വരുമ്പോഴേക്കും മൈക്കൊക്കെ സെറ്റപ്പ്. ശരിയാ, ഇറങ്ങാൻ നല്ല ഇഷ്ടം. കേറുമ്പോ നല്ല രസമുണ്ടാവും. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നോ മോനോ ലാസ്റ്റ് കിട്ടുന്നത്. 5ാം ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ആദ്യം നമ്മള് താഴത്തേക്കാ പോണത്. മുകളില് രണ്ടാമത് പോച്ചു. മഴ വെയിലായോണ്ട് ഭയങ്കര ചൂടുണ്ട്. ഹായ്, ആരാ മോന് എന്താ പെട്ടിരിക്കണേ? പൊന്നല്ലേ? താഴെ പോയിട്ട് താഴെ നല്ല വ്യൂ ആണ് പറഞ്ഞു രജിത്ത്. ഇതൊക്കെ ഇങ്ങോട്ട് കേറണല്ലോ എന്നാലോചിക്കുന്നു. ലോല എന്തു പറയും, ഇങ്ങോട്ട് നോക്കി. ലോലൻ ക്യാമറ കണ്ട ഇൻട്രോവേർട്ടാണ്. തണുപ്പാണെന്ന് വിചാരിച്ച് കുമ്പിളി പോലെ ഡ്രസ്സൊക്കെ ഇട്ട് ചുട്ടിട്ട് വയ്യപ്പോ. ബൈക്കിൽ വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചു. മോനപ്പളേ പറഞ്ഞതാ കാറ് പോരാ. ഞാൻ അപ്പളേ പറഞ്ഞത് ബൈക്ക് എടുത്ത് പോരണ്ട, കാറ് പോരാ. അതെ, കാറിൽ പോന്നേക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരും. അതുകൊണ്ടാ. പിന്നെ ആരാ കാർ പറ്റാത്ത? പിന്നെ ബൈക്കിന് കാർ പറ്റൂല. ഞങ്ങക്ക് രണ്ടാൾക്കും കാറ് പറ്റാത്തോണ്ടാ ബൈക്കിൽ വന്ന് ചണ്ടിയായി. കാറ് പറ്റാത്ത ആൾക്കാര് ഞാൻ അതന്നെ പറഞ്ഞതേ. ലാസ്റ്റ് സൗണ്ട് കുറവാണ്. കാണിച്ചു കാണിച്ചു. എങ്ങനെയുണ്ട്? നനഞ്ഞോ? പക്ഷേ നല്ല രസമുണ്ട്. പക്ഷേ നല്ല ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഇതിന്റെ ഇത് വരുന്നോണ്ട് നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോണത് മലക്കപ്പാറ റൂട്ട്. മലക്കപ്പാറ റൂട്ട് വഴി വാൽപ്പാറ. ആനൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ഇതൊക്കെ ആനേനെ പേടി ഇല്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയാലല്ലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇറങ്ങും നമ്മളിപ്പോ പോവും. അപ്പൊ അതിരപ്പള്ളി കഴിഞ്ഞു. ഇനി നേരെ മലക്കപ്പാറ വാൽപ്പാറ ഫുഡ് കഴിച്ചിട്ട് വേണം പോവാന്. ഇറങ്ങിയ മല തിരിച്ചു ഇറങ്ങണ പോലെ ഇറങ്ങിയപ്പോ വലിയ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. തിരിച്ചു കയറാൻ മോലൊന്നും കാണാനല്ലേ. ഇങ്ങനെ സ്ലോയില് നടന്നാല് എത്തൂല. പെട്ടെന്ന് ചെന്നിട്ടിരിക്കാം. ഓക്കെ, ഐസ്ക്രീം അടിക്കാനുള്ളതാ. അമ്മേ ക്ഷീണിച്ചു. ഏതൊക്കെയല്ലേ? ടെൻഡർ കോക്കനട്ട് ഉണ്ടോ?
വാനില പിസ്ത എല്ലാരും വേറെ വേറെ മേടിച്ചോ? അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട്സ്. ഒരു മാംഗോ, ഒരു വാനില, ഡ്രൈ ഫ്രൂട്ട്സ്. ഒരു മാംഗോ, ഒരു ഡ്രൈ ഫ്രൂട്ട്സ്, 4 കൊടുക്ക്. So tired guys. 1:30 എത്തിയല്ലോ. വന്നൊരു ഫിഷർ കുടിച്ചപ്പോഴേ മാംഗോ ഇല്ല. കുറച്ച് തരുമോ? കുറച്ചല്ലേ ഇതെന്താ 3 ഒന്നുണ്ടോ എന്റെ കല്ലിലുണ്ട്. ജിമ്മനാണ്, അതുകൊണ്ട് ഷുഗർ ഒന്നും കഴിക്കൂല. ഷുഗർ ബോഡി ഷോ വിരിക്കോ? ഒന്ന് വിരിക്കോ? അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട്സ്, വാനില കുഴപ്പമില്ല. എത്തി കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ബിരിയാണി ഇല്ലെങ്കിൽ കേറൂല. ഫുഡ് കഴിക്കാതെ പോയല്ലേ, ഒരുപാട് ദൂരല്ലേ. നാളെ പോയാലോ? നാളെ പെരുന്നാളല്ലേ? ശരിയാണല്ലോ. പൈസ ഇല്ല. ഇവിടെ ആരും കാണാനില്ല. ഫുഡ് രസം ഉണ്ടാവില്ല, മിക്കവാറും പൈസ കുറഞ്ഞ എല്ലായിടത്തും. അവിടെ ആരുമില്ല. ഇത് സിൽവർ സ്റ്റോമിന്റെ ഒക്കെ ആണല്ലോ, നല്ലതാവും. ഇവൻ പറഞ്ഞു, വൈകി പറഞ്ഞു. ഞാൻ ഇവിടെ 150 അവിടെ ആൾക്കാരില്ല. ഇല്ലെങ്കിലും ഇതിൽ തന്നെ പോവാന്ന് വെച്ചു. എന്തായാലും കഴിക്കട്ടെ. നല്ല വ്യൂ കണ്ടിട്ട് നല്ല ബിരിയാണി റൈസ്. വിശന്നിട്ടാണോ അറിയില്ല, നല്ല രസമുണ്ട്. ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതി കൊടുക്കണം 5 നമ്പർ. എന്നിട്ട് അപ്പുറത്തെത്തുമ്പോ അത് കാണിച്ചു കൊടുക്കണം. അവിടെ ചെക്ക് 2-3 മണിക്കൂർ കൊണ്ട് അപ്പുറത്തെത്തണം. എത്തണോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അപ്പൊ എത്തപ്പം നമുക്കറിയാം. പ്രശ്നല്ല, ഇടയില് നിക്കരുത് വെച്ചിട്ടാവും അല്ലേ? ഇനിയുള്ള റോഡാണോ ആനയൊക്കെ ഉള്ള? ഓ, ബൈക്കാരെ മുഖത്തൊക്കെ ക്ഷീണുണ്ട്. ബൈക്കാരെ മുഖത്ത് ക്ഷീണൊന്നുമില്ല. ബൈക്ക് ഓടിക്കുന്ന കാറുകാരെ മുഖത്താണ് ക്ഷീണം. കാറുകാർക്ക് ഒരു ക്ഷീണമല്ല, ബൈക്ക് മതി പറഞ്ഞാൽക്കൊക്കെയാണ് ക്ഷീണം. 25 അയ്യോ, മിഞ്ഞു 82 കിലോമീറ്റർ പോയാലേ നമ്മള് പൊള്ളാച്ചി എത്തുള്ളൂ. പൊള്ളാച്ചി അല്ലേ? പൊള്ളാച്ചിന്ന് പിന്നെ ഇതിലേ പോവാ? പൊള്ളാച്ചിന്ന് പിന്നെ മണ്ണാർക്കാട് വഴിയോ ഏത് വഴിയാ നോക്കണം. ഏതാ പേര് വായിക്കാൻ? ഷോളയാറോ?
ഒന്നുമേ പണ്ണക്കൂടാതെ. ഇതിനെന്തോ പ്രശ്നമുണ്ട്. ശരിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആന ഉണ്ടാവൂല. നമുക്ക് എവിടുന്ന കോടട്ടി നാട്ടിന്ന് ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ എവിടെ എത്തിന്ന് ചോദിച്ചാ വാൽപ്പാറയ്ക്ക് ഒരു 18 കിലോമീറ്റർ പോയി. വാൽപ്പാറയ്ക്ക് 18 കിലോമീറ്റർ. ക്ഷീണിച്ചു. ഞാൻ വാൽപ്പാറയ്ക്ക് തിരിച്ചെടുക്ക്, മറ്റേ ക്യാമറ എടുക്ക്, ബാക്ക് ഇതെടുത്താലും കുഴപ്പമില്ല. മുടിയൊക്കെ നിക്കണോക്കാം. കുറച്ച് സമയം എടുക്കാൻ അല്ലേ അവിടുന്ന് അനിയൻ നമ്മള് പൊള്ളാച്ചി എത്തി. നേരെ വീട്ടിക്ക് ഫുഡ് കഴിക്കണം. ആനനെ കണ്ടില്ല എന്ന് പറയുന്നത്. ട്രിപ്പിന് മൂന്നിട്ട് ഏറ്റവും വലിയ വിഷമം ഓനത് കാണില്ലേ. 2-3 കുട്ടികളുണ്ട്. അവസാനം പൊള്ളാച്ചി എത്തേണ്ടി. അതെ, പൊള്ളാച്ചി എത്തില്ല. വിശന്നിട്ട് ഞങ്ങള് പോകുന്ന വൈകിട്ട് കടയിൽ കയറി. വോയിസ് കൊടുത്താ അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിലെത്തി അറ്റ് ലാസ്റ്റ്. ഇപ്പൊ സമയം എന്താ ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് കുറച്ച് സീനായി, വണ്ടി കംപ്ലൈൻ്റ് ആയി. എന്നിട്ട് പിന്നെ മോനുൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആകെ മൂഡ് ഔട്ടായിപ്പോയി. ഇപ്പോൾ വന്ന് ജസ്റ്റ് ഫ്രഷായി നിന്ന് കിടന്നാൽ മതി നയിക്കണേ. ഓക്കെ, സൗണ്ടൊക്കെ പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.